നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് കൂടുതൽ കുരുക്കായി തെളിവുകൾ. അശാസ്ത്രീയമായ ഭ്രൂണഹത്യയാണ് നടത്തിയത് എന്നതിന്റെ തെളിവുകളാണ് യുവതി പോലീസിന് കൈമാറിയത്. ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത്. 7 ആഴ്ച വരെ കഴിക്കാവുന്ന മൈഫിപ്രിസ്റ്റോൾ, മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത്. ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണിത്. ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായത്. ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇതിന്റെ മെഡിക്കൽ രേഖകൾ കൈമാറിയിട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുവിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ടായി. ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. വിവാഹ ബന്ധം ഒഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുവാൻ എന്ന തരത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുവെന്നും സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമുണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകി. അടുപ്പവും വിശ്വാസവും മുതലെടുത്ത നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും ഇത് പിന്നീട് കാണിച്ച് ഭീഷണിപ്പെടുത്തി വെറുതെയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നു. ബലാത്സംഗ കേസിൽ ശബ്ദരേഖ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നത് ഇന്ന് പൂർത്തിയാകും. ഓരോ ശബ്ദരേഖയും പ്രത്യേകമാണ് പരിശോധിക്കുക. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് പരിശോധന നടക്കുന്നത്. യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ചാണ് പരിശോധന. പുറത്തു വന്നത് രാഹുലിന്റെ ശബ്ദമാണെന്ന് സ്ഥിരീകരിച്ചാൽ ശക്തമായ തെളിവായി മാറും. ബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഫ്ളാറ്റിലെത്തി മഹസർ തയ്യാറാക്കി. യുവതിയെയും കൊണ്ടാണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത്. ഫ്ളാറ്റിൽ നിന്നും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയും പോലീസ് പരിശോധന നടത്തി മഹസർ തയ്യാറാക്കുമെന്നാണ് വിവരം. യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പാലക്കാട് വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വിവിധയിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. മംഗലം ഡാം, കുഞ്ചിയാർപതി, പപ്പടപ്പാറയിലെ റിസോർട്ട് അടക്കമാണ് പോലീസ് പരിശോധന നടത്തിയത്. രാഹുൽ സ്ഥലത്തുണ്ടെന്ന വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് പരിശോധന ശക്തമായി നടത്തിയത്. പരാതിക്കാരിയായ യുവതിക്കെതിരെ ഡിജിറ്റൽ രേഖകൾ അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം കൈമാറിയത്. മുദ്രവെച്ച കവറിലാണ് ജില്ലാ കോടതിയിൽ ഡിജിറ്റൽ രേഖകൾ കൈമാറിയത്. അഭിഭാഷകൻ വഴിയായിരുന്നു ഈ ഒരു നീക്കം. 9 ഫയലുകൾ അടങ്ങുന്ന കവർ കോടതിക്ക് കൈമാറുകയായിരുന്നു. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കാൻ ഇരിക്കുന്നത്. ഇതിനെയാണ് ഇത്തരത്തിലൊരു നിർണായക നീക്കം നടക്കുന്നത്. യുവതി ഗർഭചിത്രം നടത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇതിലുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ തെളിവുകളൊക്കെ കൈമാറിയിരിക്കുന്നത്. മെയ് 30-നാണ് യുവതി മരുന്ന് കഴിച്ചത്. ശേഷം ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായെന്നും ചികിത്സാ രേഖകളിൽ പറയുന്നുണ്ട്. 2 മരുന്നുകളാണ് ഈ ഗർഭചിത്രത്തിനായി യുവതിക്ക് നൽകിയിരിക്കുന്നത്. രക്തസ്രാവത്തിന് ശേഷം പരാതിക്കാരി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു. ഈ യുവതിക്ക് ഗർഭചിത്രത്തിനായി അപകടകരമായ മരുന്നുകളാണ് നൽകിയതെന്ന് ഡോക്ടർ മൊഴി നൽകുകയായിരുന്നു. ഇതിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലും സുഹൃത്ത് ജോബിൻ ജോസഫിനുമായുള്ള കണ്ടെത്തുവാനുള്ള ശ്രമമൊക്കെ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുവാനും പോലീസ് നീക്കം ആരംഭിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് വാദം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ടെന്ന പ്രചാരണവും പോലീസ് തള്ളുന്നുണ്ട്. എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തുവാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനിടെ യുവതിക്ക് പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് മഹസർ രേഖപ്പെടുത്തി. കൂടുതൽ സാക്ഷികളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 22-ന് ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 4 ദിവസം മാത്രമാണ് ഒന്നിച്ചു കഴിഞ്ഞത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിനു ശേഷമാണെന്നും ഈ മൊഴിയിലുണ്ട്. ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായിട്ടാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സീൽഡ് കവറിൽ രേഖകൾ നൽകുകയായിരുന്നു. 9 തെളിവുകളാണ് ഈ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്.
ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുവാനുള്ള രേഖകളും നൽകി. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് ഈ യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. കേസിൽ ഒളിവിലുള്ള രാഹുൽ തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കുടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിടുകയായിരുന്നു. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായിട്ടാണ് ഇത്തരത്തിൽ രാഹുൽ തലസ്ഥാനത്തേക്ക് എത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തുവിട്ടത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്നതിലടക്കം വിവരമില്ല. രാഹുൽ മാങ്കുടത്തിൽ കൂടുതൽ കുരുക്കാവുന്ന മൊഴികളാണ് പെൺകുട്ടിയുടേതെന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല. കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. രാഹുലിനെ പരിചയപ്പെടുത്ത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് നേരത്തെ മൊഴി നൽകിയതാണ്. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിൽ വെച്ചാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തില്ല. 4 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചതും. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞുവെന്നും ഇത്തരത്തിൽ അതിനുശേഷമാണ് ഈ ഒരു രാഹുലുമായിട്ടുള്ള പ്രണയബന്ധം ഉടലെടുത്തതെന്നുമാണ് ഈ മൊഴിയിൽ പറയുന്നത്. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായകമായ മൊഴി. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിനു ശേഷമാണെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിനെതിരെയാണ് ഈ ഒരു മൊഴി. ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിരുന്നു. അതേസമയം യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചുവെന്നും ആ ബന്ധമാണ് വളർന്നതും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നു. ആകെ 9 തെളിവുകളാണ് നൽകിയിരിക്കുന്നത്. ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തി എന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ, യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന് മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ, ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെയാണ് പെൻഡ്രൈവിലാക്കി നൽകിയിട്ടുള്ളത്. കൂടാതെ ബലാത്സംഗം നടന്നെന്ന് പറയപ്പെടുന്ന സമയങ്ങളെല്ലാം ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നുള്ള തെളിവുകളുമാണ് ഈ രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം രാഹുൽ മാങ്കുടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കില്ലെന്നാണ് പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ അറിയിക്കുന്നത്. രാഹുൽ പ്രചാരണത്തിനിറങ്ങിയത് പാർട്ടിയുടെ അറിവോടെയല്ലെന്നും അതിനുള്ള അനുമതി പാർട്ടി നൽകിയിട്ടുമില്ല. രാഹുലിനെ ഒളിവിൽ കഴിയാൻ കോൺഗ്രസ് നേതാക്കൾ സഹായിച്ചിട്ടുമില്ല. അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും എ തങ്കപ്പൻ പറയുന്നു. അതേസമയം ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കുടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ല എന്ന് തന്നെയാണ് പോലീസ് വാദിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടുന്ന പ്രചാരണവും പോലീസ് തള്ളുന്നുണ്ട്. കാരണം എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതല ADGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാഹുൽ എവിടെയാണെന്ന വിവരം ഇതുവരെ വ്യക്തമല്ല. എല്ലാ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഉടൻ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസ് നീക്കം. രാഹുലിനെ പിടികൂടുവാൻ നേരത്തെ തന്നെ പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കിയതാണ്. വിദേശത്തേക്ക് കടക്കാതിരിക്കുവാനാണ് ഇത്തരത്തിൽ സർക്കുലർ ഇറക്കിയത്.